ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത കൃഷി ആരംഭിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ ശീതകാല പച്ചക്കറി കൃഷിയായ കോളിഫ്ലവർ ആണ് ഇന്ന് കൃഷി ചെയ്യാൻ പോകുന്നത്. ഞാൻ ക്യാബേജും കൂടി ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ക്യാബേജിൻ്റെ തൈ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു 6 കോളിഫ്ലവർ ആണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇത് ബീറ്റ്റൂട്ടാട്ടോ, ബീറ്റ്റൂട്ടിൻ്റെ തൈയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് ഒരു ഗ്രോ ബാഗിൽ തന്നെ നടാം. ഇത് കോളിഫ്ലവറും ഇത് ബീറ്റ്റൂട്ട്. ഇത് ഞാൻ ഒരു പരീക്ഷണം എന്ന പോലെ കൃഷി ചെയ്യാൻ പോകുന്നതാണ്. ഫസ്റ്റ് ടൈമാണ്, സക്സസ് ആവുമെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ മണ്ണും അതേപോലെ ചകിരിച്ചോറും ചാണകപ്പൊടി എല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ കൃഷി ചെയ്യണത് നമ്മൾ ഗ്രോ ബാഗിലാട്ടോ. കാരണം കോളിഫ്ലവറിൻ്റെ കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70 ദിവസം, ഒരു 80 ദിവസം, 3 മാസം കാലാവധി ഉള്ളൂ അതിന്. അതിനുള്ളിൽ ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും ഇത് വിളവെടുക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ ചട്ടിയൊന്നും ഉപയോഗിച്ചില്ല. ഗ്രോ ബാഗ്, ബ്ലാക്ക് കളർ ഗ്രോ ബാഗാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു 6 കോളിഫ്ലവറും അതേപോലെ ഈ ബീറ്റ്റൂട്ടും കൂടി നമുക്കിന്ന് നട്ടുകൊടുക്കാം. ഓക്കെ, നമുക്കപ്പോൾ വേഗം മണ്ണൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ടെറസിൽ മണ്ണിട്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ മണ്ണൊന്ന് ഇളക്കി കൊടുത്തതാട്ടോ. അതിന് ശേഷം വേണം നമുക്ക് ചാണകപ്പൊടിയും ചകിരിച്ചോറും അങ്ങനെ എല്ലാ ഐറ്റവും കൂടി ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ചാണകപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചകിരിച്ചോറാണ്. അപ്പോൾ നമ്മൾ മണ്ണിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. മിക്സിങ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഞാൻ തന്നെയാണ് മിക്സ് ചെയ്യണത്. ഇങ്ങനെ ഈ തൂമ്പ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലോണം മിക്സ് ആവുള്ളൂ. എനിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിങ് ഒക്കെ ഏകദേശം നല്ലോണം ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കറുത്ത ഗ്രോ ബാഗിലായിട്ട് ചെയ്യണം. കാരണം ഒരു 1 ടൈം യൂസ് എന്ന രീതിയിലാണ് ഇതെടുക്കുന്നത്. UV റേസിൻ്റെ ഒക്കെ ഞാൻ വാങ്ങിച്ചില്ല. ഇപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് ഈ ബ്ലാക്ക് കളർ ഗ്രോ ബാഗ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെയാണ് നടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ മണ്ണ് നിറയ്ക്കാം. എല്ലുപൊടി വേപ്പില്ലാത്ത നമുക്ക് മീതെ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 6 ഗ്രോ ബാഗ് നിവർത്തി ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ സൈസാട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഈ മിക്സ് ചെയ്ത മണ്ണ് നിറയ്ക്കാം. അതിനുശേഷം അതിൻ്റെ മേലിൽ കുറച്ച് എല്ലുപൊടി വിതറി കൊടുക്കാം. പിന്നെയാണ് നമ്മൾ തൈകൾ നടുന്നത്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. മിക്സ് ചെയ്ത മണ്ണ് നമ്മൾ ഈ കറുത്ത ഗ്രോ ബാഗിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ഗ്രോ ബാഗാണ്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിനത്ര ക്വാളിറ്റി കുറവാണ്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം എന്ന് വെച്ചാൽ ക്യാബേജും കോളിഫ്ലവറൊക്കെ നമുക്ക് ഒരു 70 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റിയ ഐറ്റംസാണ്. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു 70 ദിവസം 10 ദിവസം കൂടുമ്പോൾ ഇതിന് നന്നായിട്ട് വളം കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്രോ ബാഗ് തന്നെയാണ് ഇതിന് വേണ്ടി എടുത്തത്. ചട്ടിയൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത മണ്ണ് ആദ്യം ഞാൻ കൊലശ്ശേരിയും കൊണ്ട് കോരിയിട്ട്, അത് പക്ഷേ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തൂമ്പ കൊണ്ട് മണ്ണെല്ലാം കോരിയിട്ടു. ഞാനും കുഞ്ഞിയും കൂടി ആട്ടോ ഈ മണ്ണ് എല്ലാം ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുന്നത്. 6 ഗ്രോ ബാഗ് ഉള്ളെങ്കിലും അതിലൊരു 3/4 ഭാഗം വെച്ച് മണ്ണ് നിറച്ചിരുമ്പോഴേക്കും നല്ലൊരു പണി. പിന്നെ നമ്മുടെ UV പ്രൊട്ടക്ഷനുള്ള ഒരു ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ബീറ്റ്റൂട്ട് നടാമെന്ന് വിചാരിച്ചു. ബീറ്റ്റൂട്ടിന് വേണ്ടിയിട്ട് ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. എല്ലാ തൈകളും കൂടി നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്രോ ബാഗിൽ തന്നെ നടാമെന്നാണ് നമ്മൾ തൈ വാങ്ങിച്ച കടയിലെ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് ബീറ്റ്റൂട്ടും കൂടി നടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മിക്സിങ്ങും മണ്ണ് നിറയ്ക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്യൽ വലിയൊരു പണി തന്നെയാണ്. ഇതെടുത്ത് പൊക്കലും കാര്യങ്ങളൊക്കെ കുഞ്ഞും കൂടി വന്നതുകൊണ്ട് എനിക്ക് വളരെ ഹെൽപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് നമ്മൾ 6 എണ്ണം കോളിഫ്ലവറിനും ഒരെണ്ണം നമ്മുടെ ബീറ്റ്റൂട്ട് നടാനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് എല്ലുപൊടി വേപ്പിമിണ്ണാക്കും മിക്സ് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. മുകളിലാണ് ഇടുന്നത്. അപ്പോൾ നമ്മളിനി എല്ലുപൊടി വേപ്പിമിണ്ണാക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് തൈകൾ ഓരോന്നായിട്ട് നടാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ തൈ ഇതാട്ടോ. കോളിഫ്ലവറിൻ്റെ 6 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 6 ഗ്രോ ബാഗിൽ ഇപ്പോൾ നടാൻ പോകണം. ഫസ്റ്റ് തൈ ഞാൻ പറിച്ചെടുത്തു. ആദ്യത്തെ തൈ നടാണ്. വാ, ഓക്കെ, ഒരെണ്ണം നട്ടു. അടുത്തത് നമ്മൾ കുഞ്ഞിനെ നടിക്കണം. പിടിച്ചോ, നമുക്ക് കുഴി ഉണ്ടായിട്ട് വെച്ചു. അത് കുറച്ച് മണ്ണ്
അയ്യോ അതായില്ലല്ല ഇതില്ല. അപ്പോൾ ഇതേ നമ്മുടെ ബീട്രൂട്ടിൻ്റെ തയ്യാട്ടോ ഇത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തിയിടുന്നു. ഇത് എടുത്തിട്ട് ഇത് പിടിച്ചു ജസ്റ്റ് നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ കാണിച്ചു കൈ പിടിക്കും എന്നിട്ട് വെള്ളത്തിൽ കാണിച്ചു. അതങ്ങനെ കുറച്ച് നേരം കിടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ തൈ ഓരോന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ തൈ എടുത്ത് ഇതിൽ നടാട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ഈ ഗ്രോ ബാഗിൽ തന്നെയാട്ടോ നടന്നത്. ഇങ്ങനെ ഒരു 2 എണ്ണം വെച്ച് ഞാൻ നടന്നുണ്ട്. അത് നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ തൈ ഇതേപോലെ ഇങ്ങനെ നടാന്നാട്ടോ പറഞ്ഞത്. ഇതെല്ലാം നട്ട് കഴിഞ്ഞു. ബീട്രൂട്ട് തൈ ആണ് നട്ടെ. വെള്ളം തളിച്ചു. എല്ലാത്തിലും ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതേപോലെ ഇത് കോളിഫ്ലവർ ആട്ടോ ഇതിലെല്ലാം. 6 കോളിഫ്ലവറും നമ്മൾ ഈ ഷീറ്റിൻ്റെ അടിയിൽ തന്നെയാട്ടോ വെക്കണേ. കാരണം ഇപ്പം നല്ല മഴയല്ലേ, അതുകൊണ്ട് ഇനി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തൈകൾ വേഗം ഇതായി പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഷീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് അതൊന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ വെയിലത്തേക്കും മഴയത്തേക്കും എടുത്തു വെക്കണുള്ളൂ കേട്ടോ. ബീട്രൂട്ടിൻ്റെ തൈയൊക്കെ ഭയങ്കര നേരിയ തയ്യാട്ടോ. ഇത് നമ്മളുടെ കൃഷിയിൽ നമ്മൾ കോളിഫ്ലവർ നട്ടിട്ടുണ്ട്, ബീട്രൂട്ട് നട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ വിളവെടുത്ത് പിന്നെ ഒരു എത്ര ദിവസമായിരുന്നു? 3 മാസം. 3 മാസം എടുക്കണം ഇതൊന്ന് ജസ്റ്റ് ആയിക്കോരെ. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ജേർണി.